ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചേട്ടനും ചേച്ചിയും കൂടി നടത്തുന്ന ഒരു ആട് ഫാം. അപ്പോൾ അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ, പേരൊന്ന് പറയാമോ? എൻ്റെ പേര് സന്തോഷ്. ഇവിടെ ഒരു ആട് ഫാം ഇങ്ങനെ നടത്തേണ്ടത് നമ്മൾ കേട്ടായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനത്തെ ഉള്ള സംരംഭം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കണ്ടേ? അപ്പൊ അത് അവർക്കൊന്ന് പരിചയപ്പെടുത്തുന്നതിന് കുഴപ്പമുണ്ടാവോ? ധൈര്യമായിട്ട്. അപ്പൊ നമ്മൾ എന്താണ് പരിപാടി ഇപ്പൊ ഈ സമയത്ത്? എന്താണ് നമ്മുടെ ഈ സമയത്താണ് ആടിന് തീറ്റ കൊടുക്കണേ. അത് ഒറ്റ നേരം ഉള്ളൂ. ഒറ്റ നേരം അല്ലേ? നമ്മള് എല്ലായിടത്തും ആൾക്കാർ 2-3 നേരം ഇങ്ങനെ കൊടുത്ത് വയറ് നിറയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ ആടിന്. അതിന്റെ ആവശ്യമില്ല. ഇത് നമ്മള് വൈകിട്ട് ഒരു 3-3:30 സ്റ്റാർട്ട് ചെയ്യണം. സ്വല്പം വൈകി എന്നാലും ഞങ്ങള് ഏകദേശം ആവറേജ് ടൈം ഒരു 3-3:30 അങ്ങനെയാണ് കടന്നു പോണേ. 1.5 മണിക്കൂർ കൊണ്ട് തീരും നമ്മുടെ ഈ ഒരു പണി. പിന്നെ അതിന്റെ പുറകെ പുല്ലും ഇലയൊക്കെ പ്ലാവിന്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കും. ഏകദേശം എത്ര നാളുകളായി നമ്മൾ ഈ ഫാം തുടങ്ങി? നമ്മള് 2018 പ്രളയത്തിന് ശേഷമാണ് വിപുലമായിട്ട് ഇങ്ങനെ ഒരു ഫാമിലേക്ക് പോകുന്നത്. മുമ്പ് ഇവിടെ നമുക്ക് അച്ഛനായിട്ടേ ഇവിടെ പശു, ആട്, പോത്ത്, എരുമ എല്ലാ വിഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ ക്ഷീര കർഷകൻ തന്നെയായിരുന്നു. അതെ അതെ അതെ. ഞങ്ങള് വളർന്നതും ജനിച്ചു വീണത് അതിലേക്കാണ്. അനിയനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അനിയനാണ് പശു 10-20 പശു വളർത്തേണ്ട ആള്. ഞങ്ങളുടെ അച്ഛൻ ഇപ്പൊ മരിച്ചു പോയിട്ട് 13 വർഷമായെങ്കിലും പുള്ളി ഇപ്പൊ സന്തോഷിക്കണ്ടാവും. കാരണം നിലനിർത്താനല്ല, നമ്മൾ അതിലും വിപുലമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു 5 പശു, ഒരാട്, ഒരു മുട്ടനാട്, പോത്ത്, അങ്ങനെ കാള, അങ്ങനെയൊക്കെയുള്ള ഒരു സംരംഭമായിരുന്നു. ഇപ്പെന്ന് പറഞ്ഞാൽ ഒരു മിനിമം നമ്മളൊരു 40 പെണ്ണാടിനെയും 5 മുട്ടന്മാരുണ്ട്. പല സൈസിലും പല ഇനത്തിലും പെട്ട 5 മുട്ടന്മാര് ക്രോസ് ചെയ്യണത്. പിന്നെ കുട്ടികളെ സെയിൽ ചെയ്യുന്നുണ്ട്, നല്ല ഇനം കുട്ടികൾ. നമ്മള് പണി ബുദ്ധിമുട്ടിച്ചാലും ക്ഷമിക്കണം. അത് കുഴപ്പമില്ല, ഇതിന്റെ ഒക്കെ ഒരു ഭാഗമല്ല. അത് കുഴപ്പമില്ല. ഒരാള് സംബന്ധിച്ച് നമ്മളോട് കാര്യം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാന്നുള്ള ഒരു മര്യാദ. അപ്പൊ നമ്മൾ തീറ്റകള് ഇത് എന്തൊക്കെയാണ് സംഭവം? ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടണ ക്വാളിറ്റി ഉള്ളതും വില കുറഞ്ഞതുമായ തീറ്റകളാണ് നമ്മൾ കൊടുക്കണത്. മെയിനായിട്ട് പറഞ്ഞാൽ തേങ്ങാ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, പിന്നെ സോയയുടെ തവിടാണ് ഒരു മെയിൻ തവിട്. അത് ഇപ്പൊ ഇവിടെ ആരും പ്രത്യേകിച്ച് കൊടുക്കണ്ടാവില്ല. സോയ തൊണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ പോളത്തോട് കൊടുക്കുന്നുണ്ട് ഐറ്റംസ്. പിന്നെ മുട്ടനാമാർക്ക് പുളിങ്കുരു ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മള് കൈത്തീറ്റ അതാണ്. ഒരു നേരം കൊടുക്കുന്നത് ഭംഗിയായിട്ട് കൊടുക്കും. പിന്നെ മറ്റുള്ള ഇലകളും പുല്ലും രാവിലെയും കൊടുക്കും, വൈകിട്ടും കൊടുക്കും. ചേച്ചിയും ഇതിന്റെ കൂടെ തന്നെ സപ്പോർട്ട്? ഞങ്ങള് 2 പേരാണ്. ഒരാൾക്ക് അവിടെ തരംതിരിവൊന്നുമില്ല. അതാണ് ഈ നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യണം കൊണ്ട് ആർക്കും ക്ഷീണമില്ല, തളർച്ചയില്ല. പണിയെടുക്കാൻ ഒരു ഊർജം കൂടുതൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാലേ, ഒരു നേരം ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും വയ്യായി വന്നാലും ഞങ്ങള് തന്നെ ഭംഗിയായിട്ട് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് ഒരാളെ അങ്ങനെ പണിക്ക് വെക്കുന്ന ഒരു ശീലം ഞങ്ങൾക്ക് ഇല്ല. പിന്നെ അത്ര എമർജൻസി ഇപ്പൊ എന്തെങ്കിലും ഒരു കേസൊക്കെ വന്നാൽ ഞങ്ങള് ഈ ഇലയും പുല്ലൊക്കെ കൊണ്ടുവരാനായിട്ടൊന്നും സഹായിക്കുന്നല്ല. അതായത് തീറ്റ കാര്യങ്ങളൊന്നും ആരും ഇടപെടുത്താറില്ല. അത് സ്വന്തമായിട്ട് തന്നെ കൊടുക്കും. ഇതാണ് ആ രീതി. ഒരാള് പകർത്തി കൊടുക്കുക, അടുത്താൾ കൊണ്ടുപോയാ. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഒരു ഭാരം തോന്നില്ല ഒന്നിനും. എപ്പോഴും എല്ലായിടത്തുള്ളൊരു പ്രശ്നം അതാണ്. ഭൂരിഭാഗം മേഖലയിലും ഇതിനൊന്ന് സഹായിക്കാൻ സന്മനസ്, അതായത് പൊതുവെ അങ്ങനെയാണ് കേട്ടോ. ഈ ആട് പശു കൃഷിയോടൊക്കെ സ്ത്രീകൾക്ക് വളരെ താല്പര്യം പൊതുവെ. നമുക്കതിൽ താല്പര്യം ഉണ്ടെങ്കിലാണ് അതില് വിജയം ഉണ്ടാവുള്ളൂ. വിജയം ഉണ്ടാവുന്നുള്ള ഒരു ഉറപ്പാണ്. ഞങ്ങളുടെ ജീവിതം ഇപ്പൊ അങ്ങനെയാണ്. അതിൽ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട് ജീവിതത്തിൽ തന്നെ. നമുക്ക് എന്ത് ബുദ്ധിമുട്ടും പ്രയാസം വന്നാലും ഒരു ടെൻഷൻ കുറെ ഫ്രീ ആവുന്നുണ്ട് ഇതില്. ഒന്നാമത് ഇതിന് നേരം വെളുത്തേം ഇതിന്റെ പുറകെ ആണല്ലോ ഫുൾ ടൈം. ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല. ഇപ്പോഴത്തെ ഒരു 2018 ലാസ്റ്റിലാണ് ഞങ്ങളിത് ഒരു ഫാം എന്ന രീതിയിൽ തുടങ്ങിയത്. ചെറിയ രീതിയിൽ തുടങ്ങിയ 2 ആടില് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് 2 വെച്ച് ഇങ്ങനെ കൂട്ടി ഒരു 10-25 ആടായതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വലിയ കൂട് തന്നെ പണിയാൻ കാരണം. നമ്മളിപ്പോ കൊടുക്കണ കുട്ടികൾ എന്ന് പറഞ്ഞതേ ഒരു 4 മാസം പ്രായമുള്ള കുട്ടികളെ കൊടുക്കണം. ഇതിപ്പോ കൊടുക്കാൻ പറ്റിയ കുട്ടികളാണ്. കാരണം വെച്ചാൽ ഇവര് 4 ആവാത്തതുണ്ട്. 3 മാസം പാലുകൂടി കഴിഞ്ഞ കുട്ടികളാണ് ഇതിൽ ഉള്ളത്. പെൺകുട്ടികൾ മാറ്റിയിട്ടാണ്. പിന്നെ പ്രായത്തിലുള്ള മുട്ടൻകുട്ടികൾ വേറെ ഉണ്ട്. പിന്നെ അവരൊരു 3 മാസം കഴിയുമ്പോൾ നമ്മൾ മാറ്റിയിട്ടില്ല, ഇവര് ക്രോസ് ആവാൻ ചാൻസ് കൂടുതലാണ്. അത് പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പ്രായം നോക്കുമ്പോൾ 3 മാസമല്ലേ 4 മാസമായി എന്ന് വിചാരിക്കും. പക്ഷെ അത് ഭയങ്കര ഫാൾട്ടാണത്. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതില് പെട്ടെന്ന്
കുട്ടികൾ ഗർഭിണിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ മുമ്പ് തന്നെ ആവും. നമ്മളൊക്കെ ഒരു വയസ്സിലാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ അത് ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ഫാൾട്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ള. കാരണം വെച്ചാൽ അത് അതേപോലെയാണ് 3 മാസം ആകുമ്പോൾ അവരെ രണ്ടാക്കി തിരിക്കും. പെണ്ണും ആണിനെ സെപ്പറേറ്റ് ഇടും. പിന്നെ ഇതേ ഓരോ ബാച്ചായിട്ട കുഞ്ഞുങ്ങളെ ഇതിൽ ഏറ്റവും ചെറിയ ബാച്ച്, ഏറ്റവും ചെറിയ ഇത് ഏകദേശം എത്ര മാസമായി? ഇത് 1 മാസം കഷ്ടി ആവണതും ഏകദേശം ഒരു 10-25 ദിവസം ആ റേഞ്ചിൽ തന്നെ. അതായത് ആ കഴിഞ്ഞ മാസം കുട്ടികളാണ്. ഈ മാസം ഇപ്പൊ ഒരു കുട്ടിയെ ജനിച്ചിട്ടുള്ളൂ. പിന്നെ അതിന് മുമ്പുള്ള ഒരു ബാച്ചാണ്, അത് 2 മാസമായി കുട്ടികൾ. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മാസം ആകുമ്പോൾ തിന്നും പഠിച്ചോളും, എല്ലാ സാധനങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചോളും. അത് ഏറ്റവും എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ് ഭക്ഷണം കഴിക്കാൻ ഒരു കൂട്ടത്തോടുകൂടി ആവുമ്പോ കൂട്ടത്തോടല്ല, അത് നമ്മളൊരു ശീലിപ്പിച്ചേക്കണം. 1 മാസം കഴിയുമ്പോ ജസ്റ്റ് നമ്മള് ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. കാരണം ഒരു തിരീശ നമ്മൾ ഒരു വായിൽ കുത്തി തൊടിച്ചൊക്കെ പഠിപ്പിക്കും. 1 മാസത്തിനുള്ളിൽ പഠിച്ചിരിക്കും. അപ്പൊ നമ്മള് 3 മാസം ആകുമ്പോഴേക്കും ഒരു പാലുകൂടി മാറുമ്പോ തന്നെ എല്ലാ ഭക്ഷണവും കഴിക്കും. ഇന്ന ഭക്ഷണം എന്ന് മാത്രമല്ല. പിന്നെ നമ്മുടെ ഇതിൽ മെയിൻ ആയിട്ട് ഇവിടെ ക്രോസ് ബ്രീഡ് ആടുകളാണ് കൂടുതൽ. അത് പലതരം ക്രോസ് ഉണ്ടാവും. ബീറ്റലിന്റെ ക്രോസ്, ഹൈദരാബാദി ക്രോസ്, മലബാറി ക്രോസ് ഒക്കെ ഉണ്ട്. പ്യുവർ ബ്രീഡുകൾ കുറവാണ്. പ്യുവർ ബ്രീഡ് എൻ്റെ അടുത്തുള്ളത് നമ്മുടെ ഇവിടെ ഇന്ത്യയിലല്ലാത്തൊരു ബ്രീഡാണ് പ്യുവർ ബ്രീഡ് ഏറ്റവും കൂടുതൽ. അത് ബോയർ എന്ന് പറഞ്ഞൊരു ഇനമാണ്, സൗത്ത് ആഫ്രിക്കയിലാണത് എന്റെ ജന്മദേശം. നേരിട്ട് നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. ഉണ്ടായ കുട്ടികളെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ നല്ല ക്വാളിറ്റിയുള്ള അതിന്റെ പാരന്റ് സ്റ്റോക്കിന് എടുത്ത് അതിലുണ്ടാവുന്ന കുട്ടികളാണ് മെയിൻ സെയിൽ. അത് ലൈവ് വെയിറ്റിനാണ് കൊടുക്കണം. 1000 രൂപയാണ് വെയിറ്റ് ഒരു കിലോക്ക് കൊടുക്കണം പെർ കേജ്. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആ ടേസ്റ്റിനനുസരിച്ച് വന്ന ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് കൊടുക്കാൻ പറ്റിയ കുട്ടികളാണ്. അതായത് ചെറിയ റേറ്റിലുള്ളതുണ്ട്, കൂടിയ റേറ്റിലുള്ളതുണ്ട്. ഇപ്പൊ ബോയർ എന്ന് പറഞ്ഞ ഇതിൽ പരിചയപ്പെടാത്തുണ്ട്. അപ്പൊ നല്ലൊരു ഇതാണ് ബോയറിന്റെ ഒറിജിനൽ ഫീമെയിൽ ആണത്. ഇങ്ങനത്തെ നമുക്കൊരു ഇതിപ്പോ 1 വയസ്സ് കഴിഞ്ഞാണ്. ഒന്നല്ല, ഇവരൊക്കെ 1-2 പ്രസവം കഴിഞ്ഞാണ്. ഇതൊക്കെ അതിൽപ്പെട്ടതാണ് ബോയർ. അപ്പൊ അവരുടെ കളറിന് തന്നെ ഒരു പാറ്റേൺ ഉണ്ട്. കാരണം അതിലൊരു ബ്രൗൺ കളർ ഫ്രണ്ടും ബാക്ക് വൈറ്റ്. പ്രായം തോന്നിക്കണല്ലോ. ഇല്ല, അവർക്ക് അങ്ങനെ അവരുടെ വെയിൻ ഇവർക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. രോഗപ്രതിരോധശക്തി കൂടുതലാണ്, കുറവാ. പിന്നെ അതേ ഇതൊക്കെ നമ്മുടെ ക്രോസ് ആടുകളാണ് കൂടുതൽ. പിന്നെ പ്യുവർ ബ്രീഡ് എന്ന് പറഞ്ഞത് ബീറ്റൽ എന്ന് പറഞ്ഞ ആണ്. അത് 1-2 നമ്മുടെ കയ്യിൽ ഉള്ളു. ഓരോ ബ്രീഡുകളും നല്ല സൈസ്, അതായത് നീളം പൊക്കമുള്ള ആടുകളായിരിക്കും. അപ്പൊ അതിലുള്ള കുട്ടികളും അതേ രീതിയിൽ നമുക്ക് കിട്ടും. നമുക്ക് ഇവിടുന്ന് തന്നെ പാലും നമുക്ക് കൊടുക്കാൻ പറ്റൂല. ഞാൻ പാല് അവിടെ ആവശ്യക്കാർ വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് വേണ്ടി മെയിൻ ആയിട്ട് വന്നെ. പിന്നെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും മരുന്ന് കഴിക്കാനായിട്ട് ആട്ടുംപാലിൽ ചേർത്ത് കഴിക്കുന്നവര് ഉണ്ട്. അവര് വന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊടുക്കും. കുറവുണ്ടെങ്കിലും തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മൾ കുട്ടികളെ കുടിപ്പിക്കുന്നവര് സ്വല്പം കുറച്ച് കുടിച്ചൊക്കെ അങ്ങനെയൊക്കെ എമർജൻസി കേസിന് അങ്ങനെ ചെയ്യും. നോർമലി നമ്മൾ 365 ദിവസം പാല് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആരും എന്ന് ചോദിച്ചാലും 365 ദിവസം പാലുണ്ടാവും. ഒരു സ്ഥലത്ത് ആട്ടുംപാൽ അങ്ങനെ 365 ദിവസം കിട്ടലില്ല. അപ്പൊ ഇങ്ങനെയുള്ളതും കൊണ്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതാണ് ഞാൻ പറഞ്ഞ ആ കുട്ടികൾ 4 മാസമായ മുട്ടൻകുട്ടികളെ സെപ്പറേറ്റ് ഇട്ടേക്കണം. അവരും അതും കൊണ്ട് നല്ല ഭംഗിയായിട്ട് പോയിക്കോളും. ഞാൻ പറഞ്ഞ ക്രോസ് ചെയ്യണ മുട്ടന്മാരെന്നുള്ളത് ഇതാണ്. അപ്പൊ ഇത് ഇതിൽപ്പെട്ടാണ് ഇത് നമുക്ക് ബീറ്റൽ എന്ന് പറയും. ഇത് പഞ്ചാബ്, രാജസ്ഥാൻ അവിടെ നിന്നുള്ളതാ. ഇതിനിപ്പോ ഒരു 2-3 വയസ്സോളം പ്രായമുണ്ട്. ഇവിടുന്ന് തന്നെ നമ്മൾ മേടിച്ചാണോ? ഇത് ഞാൻ വേറെ ആളുടെ നിന്ന് മേടിച്ചാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ നിർത്തില്ല. കാരണം വെച്ചാൽ അത് ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. അതായത് അതേ ഇവന്റെ ബ്ലഡിലുള്ള തന്നെ പോവും. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്നാണ് മൂട്ടന്മാരോ ഇവിടെ നിന്നൊന്നും പരിസരത്തു നിന്നൊന്നും മേടിക്കൂല. നമ്മൾ വെളിയിൽ നിന്നാണ് മേടിക്കുക. അത് കുട്ടിയായിട്ട് മേടിച്ചിട്ട് വലുതാക്കാണ്. ഏറ്റവും കുട്ടിയായിട്ട് തന്നെ മേടിച്ചാണോ? ഇതൊരു 1 വയസ്സിന് മുമ്പ് മേടിച്ചതാണ്. ഇപ്പൊ ഇതൊരു എണ്ണം പുതിയത് ഇപ്പൊ നേരിട്ട് രാജസ്ഥാനിൽ നിന്ന് വന്നതാണ്. സിരോഹി എന്ന് പറഞ്ഞാണ്. ഇത് സിരോഹി. അവരുടെ പ്രിന്റ് ഉണ്ട്. അതൊരു പ്രത്യേക. ഇത് നമ്മള് നായക്കുട്ടികളൊക്കെ എങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ല, ഇവരുടെ പട്ടാളക്കാരുടെ പ്രിന്റ് പോലെ. ഇതിപ്പോ 1 മാസമായുള്ളൂ ഇവിടെ എത്തിയിട്ട്. ചെറിയ കുട്ടിയാണ്, 6 മാസമൊക്കെ പ്രായമുള്ളൂ. 6 മാസമായുള്ളൂ. ഇതിനിപ്പോ ക്രോസ് ചെയ്യിച്ചു? ഇല്ല, 1 വയസ്സ് കഴിയണം. കൊണ്ടുവന്ന ആളൊന്ന് സെറ്റ് ആയിട്ടുള്ളൂ. 1 മാസമായിട്ട് ഞാൻ വേറെ
ഈ കൂടായിട്ട് ബന്ധപ്പെടുത്താതെ മാറ്റിയിട്ടൊക്കെ ക്വാറന്റൈനിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇവരുടെ നാട്ടിലെ മാത്രമല്ല, നമുക്ക് ഈ വരുന്നതിൽ മറ്റുള്ള ആടുകൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ബാധിക്കും. നമ്മൾ ഇത്ര ആടിനെ വളർത്തിട്ട് എന്തെങ്കിലും ഒരു അസുഖം വന്നു പോയാൽ പെട്ടു. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യണതാണ്. അടുത്താണ് ഞാൻ പറഞ്ഞില്ലേ ബോയർന്നും പറഞ്ഞ്, സൗത്ത് ആഫ്രിക്കൻ ബ്രീഡ്. ഇത് നല്ല ഒരു മുട്ടനാണ്. ഇപ്പൊ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. 1.5 വയസ്സ് കഷ്ടി. ഇതിന് നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടതാ. അടുത്തത് ഹൈദരാബാദി വീട്ടിൽ എന്ന് പറഞ്ഞൊരു മുട്ടനാണ് ഇത് അല്ലേ. അതിന്റെ നല്ല കുട്ടികളാണ്. ആ കിടക്കുന്ന കുട്ടികള് അവന്റെ നല്ലൊരു കുട്ടികളാണ്. ചെവിനീളൊക്കെ അങ്ങനെ വന്നതാ. പിന്നെ നമുക്ക് 2 ചെറിയ മുട്ടന്മാരുണ്ട്. സാധാരണ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ആടുകൾ വന്നില്ല. ഒരു ചെറിയ മുട്ടൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബീറ്റലിന്റെ ഒരു മുട്ടനെ ഇപ്പൊ വാങ്ങിയിട്ടിട്ടുണ്ട് ചെറുത്. ഇവന് അടുത്ത ആ മുട്ടനെ മാറ്റുമ്പോഴേക്കും ഇവൻ ഓക്കെ ആയാൽ അവന് മാറ്റും. 1 വയസ്സ് കഴിഞ്ഞ് 10-14 മാസമായാലും ക്രോസിങ് കൊടുക്കുന്നത്. എന്നാലാണ് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുള്ളൂ. നമ്മള് 500 വെച്ചാണ് ക്രോസിങ്ങിന് മേടിക്കുന്നത്. നോർമലാണ് കേട്ടോ. ശരിക്കും ഇതിനൊക്കെ നല്ല ചാർജ് മേടിക്കുക. ഈ ബോയറിനൊക്കെ പറഞ്ഞാൽ ഒരു 1000 രൂപ മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മളിവിടെ സാധാരണക്കാരാണ് നമ്മളിവിടെ കൂടുതലും വേണ്ടത്. നമുക്ക് അത്യാവശ്യം ക്രോസിംഗ് ഉണ്ട് കേട്ടോ. പുറത്തുനിന്ന് വരും ആളുകൾ, വിളിച്ചു ചോദിച്ചു വരും. ഞങ്ങളിവിടെ ഉള്ള കാരണം പിന്നെ അങ്ങനെ ഒരു പിന്നെ ഇല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ നമ്പർ എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും വിളിച്ചാൽ അപ്പൊ തന്നെ ഓടി എത്തണ. എന്തെങ്കിലും തീറ്റ മേടിക്കാനൊക്കെയാണ് പോണത് പുറത്തേക്ക്. പ്രിയപ്പെട്ടവരെ, സന്തോഷേട്ടൻ വിദ്യാഭ്യാസം ഒന്ന് പറയാൻ പറ്റുമോ? ഞാന് ഒരു IT ബിരുദധാരിയാണ്. ഇത് ഇവിടെ വന്ന് കണ്ടപ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രക്കും നല്ല വൃത്തിയോടുകൂടിയാണ് ഈ സംഭവം ചെയ്തു വെച്ചേക്കുന്നത്. വർക്ക് ചെയ്യുന്നവർക്കും ഇവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രൂപത്തിൽ അത്രക്കും നല്ലൊരു ഹൈറ്റിൽ അത്യാവശ്യം. ഇതിൽ ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും പട്ടികളുടെ ശല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു ഫെൻസിങ് ചെയ്തു വെച്ചേക്കണത്. അത് കുറുക്കന്റെ ശല്യമാണ് മെയിൻ ആയിട്ട്. അങ്ങനെ കുറെ നമുക്ക് കുറച്ച് കോഴി ഉണ്ടായി മുട്ടയിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഫെൻസിങ് ചെയ്തത്. ഇപ്പൊ കുറച്ച് കോഴികൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്, നാടൻ കോഴികള്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ആൾക്കാർക്ക് വന്ന അവൈലബിൾ ആവണത്? നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ടേ ആട്ടുംപാല് നമ്മൾ കൊടുക്കും. അതിലേറെ ഇതില് കുട്ടികള്, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കൊടുക്കാൻ പറ്റും. അതാണ് മെയിൻ നമ്മുടെ ഇതിന്റെ വരുമാനം. പിന്നെ നമ്മൾ ആട്ടുംകാട്ടം, ആടിന്റെ കാട്ടം ഇപ്പൊ നമ്മള് ജാതിക്ക് വാഴക്കൊക്കെ വളത്തിന് അത് സാധനം ഇപ്പൊ നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ട്. കാരണം നമ്മളിപ്പോ നല്ല പ്യുവർ കാട്ടാ കൊടുക്കണം. അതിലൊരു അഴുക്കോ ഒന്നും ഉണ്ടാവില്ല. ഫുള്ള് പ്യുവർ കാട്ടായിട്ട് കൊടുക്കണോണ്ട് കൊണ്ടുപോകാൻ പിന്നെ നാളെ എൻ്റെ അടുത്തേക്ക് വരും ആൾക്കാരുണ്ട്. അത് ആളുകൾ പറഞ്ഞു വേറെ ആളുകളും ഇഷ്ടംപോലെ വരുന്നുണ്ട്. കൊടുക്കാൻ ഇപ്പൊ നിലവിലില്ല. ഒരു 2 മാസത്തേക്കുള്ള ഓർഡർ ഉണ്ട്. പിന്നെ കുട്ടികളെ കൊടുക്കണു. പിന്നെ ക്രോസിങ് പുറത്തുനിന്ന് ആടുകളെ കൊണ്ടുവന്നാലേ നമ്മള് നല്ല ഇപ്പൊ നമ്മൾ അതിൽ കാണിച്ചല്ലോ ക്രോസിങ്. അപ്പൊ അതുപോലെ തന്നെ നല്ല നല്ല വെറൈറ്റി മുട്ടന്മാരാണ് നമുക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെ നാടൻ ഒരു സംഭവത്തിലേക്കില്ല നമുക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റുള്ള പശുവിനെക്കാട്ടൊക്കെ കൂടുതൽ ആൾക്കാർ കൂടുതൽ ഇത് ചെയ്യണത് കൂടുതലും ആട് വളർത്തലില്ല. അതിന് മെയിൻ കാരണം നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലം കുറച്ചുണ്ടെങ്കിൽ ആടുകളെ വളർത്താൻ ചെയ്യാൻ പറ്റും. പശു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കുറച്ച് സ്ഥലപരിമിതി വലിയ പ്രശ്നമാണ്. ഇതിപ്പോ 2 സെന്റുള്ള 3 സെന്റുള്ള ആളുകൾക്കും ആട് വളർത്താം. വീടിന്റെ ടെറസിൽ വരെ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് വീടിന്റെ താഴെ ഒരു ചെറിയ കൂടുണ്ടെങ്കിലും അവിടെ 1-2 ആടിനെ വളർത്താം. അതാണ് ആട് കൃഷിക്കുള്ള ഒരു പ്രത്യേകത. പിന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രം കണ്ടമാനം തീറ്റയൊന്നും ആടിന് കൊടുത്ത് വയറിറച്ച് വലിയ പെട്ടിയാക്കേണ്ട ആവശ്യമില്ല. അതിന് ആവറേജ് ഒരു തീറ്റ ഉണ്ട്. വേസ്റ്റ് ആണ് തീറ്റ കൊടുത്ത കാട്ട വീണൊന്നും അല്ലാതെ വേറൊരു ഗുണമില്ല. അതിന് വേണ്ട അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ അടങ്ങിയ തീറ്റകൾ കൊടുക്കാം. അതിൽ പുല്ലുവർഗ്ഗങ്ങളും ഇലവർഗ്ഗങ്ങളൊക്കെ കൂടുതലും കൈത്തീറ്റ കുറച്ചും കൊടുത്താലാണ് ആടുകൃഷി ലാഭമുള്ളൂ. അതായത് നമ്മൾ തീറ്റ ഒരുപാട് കൊടുത്ത് ആടുകൃഷിക്ക് ലാഭമൊന്നും ഉണ്ടാവില്ല. നമ്മളത് ഇപ്പൊ സാറിന് ശാസ്ത്രീയമായിട്ട് കുറെ പഠിച്ചു, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. നമ്മൾ വളർത്തി അതിന്റെ ഗുണവും ദോഷം പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെ വിപുലമായിട്ട് ഇത്ര ചെയ്തുകൊണ്ട് പോണേ. അത് വരാനുള്ള വഴിയും കൂടി നമ്മൾ പറഞ്ഞ ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിൽ നിന്ന് മാറമ്പള്ളി ഇറങ്ങി കഴിഞ്ഞാൽ
പെരിയാറിനൂറുള്ള പാലം തിരുവേരാനക്കുളത്തേക്ക് കിടക്കുന്ന പാലത്തിലേക്ക് കിടക്കുന്ന അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 500 മീറ്റർ ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ വെള്ളാരിപ്പള്ളി ജംഗ്ഷൻ എത്തും. വെള്ളാരിപ്പള്ളി ജംഗ്ഷന് തൊട്ട് ഇപ്പുറത്തെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ആട് ഫാം. അപ്പൊ ചേട്ടന്റെ നമ്പർ ഒന്ന് പറഞ്ഞാൽ അത്യാലോ നമുക്ക്. അപ്പൊ ഒന്ന് നമ്പർ ഒന്ന് പറഞ്ഞു. 96 56 56 56 48 48 66 66 98 ലാസ്റ്റ് 98 ഒരു 21 കൂട്ടിയാലും കിട്ടും. അപ്പൊ നമുക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങൾ, വീടൊക്കെ ഒരു ആടിനെ വളർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ അത്യാവശ്യം ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ വല്ല ആട്ടുമാലൊക്കെ വേണമെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ പരമാവധി ഷെയർ ചെയ്യുക. ഈ കർഷകനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം. ഓക്കെ, സന്തോഷം. ഓക്കെ, താങ്ക് യു.